മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത്? അല്ലെങ്കിൽ മലയാളത്തിലെ ഏറ്റവും ബൃഹത്തായ നോവൽ ഏത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ പേജുകളുള്ള നോവൽ. അത് നിങ്ങളിൽ പലർക്കും അറിയാം. എന്നാൽ നമ്മുടെ ഇന്നത്തെ ചോദ്യം ഇതാണ്: മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നോവൽ ഏത്? മലയാള സാഹിത്യത്തിലെ ഏറ്റവും വലിയ ബൃഹത്തായ നോവലാണ് അവകാശികൾ. ഇതെഴുതിയതാരാണ്? വിലാസിനി എന്ന തൂലികാനാമത്തിൽ രചനകൾ നടത്തിയിരുന്ന M.K. മേനോനാണ്. 1980 ഇത് പ്രസിദ്ധീകരിച്ചത്. 1970 എഴുത്ത് തുടങ്ങി 1975 പൂർത്തിയാക്കിയെങ്കിലും പകർത്തി എഴുത്ത് കഴിഞ്ഞ് 1980 ഇത് പുസ്തകമാക്കി പുറത്തിറക്കിയത്. ഇതിന് 3958 പേജുകൾ ഉണ്ട്. മലേഷ്യയിലെ മലയാളി പ്രവാസികളുടെ പശ്ചാത്തലത്തിൽ 4 തലമുറകളുടെ കഥ പറയുന്ന ഈ നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും വയലാർ അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭാഷകളിലെ തന്നെ ഏറ്റവും വലിയ നോവലുകളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് ഏറ്റവും ബൃഹത്തായ നോവലായ അവകാശികളെക്കുറിച്ചാണ്. നമ്മുടെ ഇന്നത്തെ ചോദ്യം അതല്ല. മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നോവൽ ഏത്? ഇതിൻ്റെ ഉത്തരം അറിയാവുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യൂ. ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ ചില ഹിൻറ്റുകൾ കൂടി പറയാം. തകഴിയുടെ കയറല്ല, OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസമോ ധർമ്മപുരാണമോ അല്ല, SK പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥയല്ല, MTയുടെ രണ്ടാം മുഴവുമല്ല. പിന്നെ ഏത്? പ്ലീസ് കമൻറ്റ് യുവർ ആൻസർ.